ഉടൻ തന്നെ വളരെ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ചടങ്ങുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റും. അവിടെ ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിയ ശേഷമായിരിക്കും പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാവുക. ഏതായാലും ഒരുപാട് കാലം മനുഷ്യ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം വിടവാങ്ങും. വളരെ സങ്കടം ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെയൊക്കെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ, കൂടുതലും പ്രായമുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകൾ, അല്ലെങ്കിൽ യുവാക്കന്മാരും പ്രായമുള്ള ആളുകളുമൊക്കെയാണ് കൂടുതലും എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം അത് ഒരുപാട് മനോഹരമാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ശ്രീ നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നിധിനിലേക്ക് വേണ്ടി നിധിൻ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? കർമ്മങ്ങളൊക്കെ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ഈ വീടിന് പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത്, വീടിന് പുറത്ത് സജ്ജീകരിക്കുന്ന സ്ഥലത്ത് ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ ധ്യാൻ ശ്രീനിവാസനാണ് ഈ കർമ്മങ്ങളൊക്കെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിന്നും ഇനി ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ അടക്കം നടക്കുന്ന സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ചടങ്ങുകൾ അവസാനിച്ചാലുടൻ മാറ്റും. മൃതദേഹം ഉടൻ തന്നെ അവിടെ നിന്ന് എടുക്കും. ഇപ്പോൾ വളരെ കുറച്ച് സമയം കൂടി മാത്രമാണ് ഇനി ഈ കർമ്മങ്ങൾ നടത്താൻ ബാക്കിയുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും പുറത്തിങ്ങനെ ശ്രീനിവാസനെ ഒരിക്കൽ കൂടി കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരെയൊന്നും ഇനി പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ, നമ്മൾ പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറമുള്ള ആളുകൾ, പ്രത്യേകിച്ചൊരു മധ്യവയസ്കരായ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ, 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് കൂടുതലും എത്തുന്നത്. കാരണം ഈ ശ്രീനിവാസൻ സിനിമകളുടെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എഴുതിയ സിനിമകൾ, ശ്രീനിവാസൻ അഭിനയിച്ച സിനിമകൾ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഏറ്റവും അധികം ചേർന്ന് നിന്നിട്ടുള്ളത് ഈ ആളുകളിലേക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ കൂടുതലായും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ കാണാനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അവസരം ലഭിക്കുന്നില്ല. ഇപ്പോൾ കർമ്മങ്ങൾ തന്നെ ഏകദേശം അവസാന ഘട്ടത്തോടേക്ക് അടുക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന് ശേഷം ഈ ചടങ്ങുകൾ നൽകാൻ ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് മൃതദേഹം എടുക്കും. ഏതായാലും വലിയ ഒരു സിനിമാ ജീവിതം, 4.5 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന വലിയൊരു സിനിമാ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു കരിയറിനാണ് ഈ അന്ത്യമാവുന്നത്. 1979 സംഘഗാനം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം പ്രധാനമായൊരു വേഷം ചെയ്യുന്നത്. 76 തന്നെ
മണിമുഴക്കം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും 79 സംഘഗാനം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഒരു പ്രധാന വേഷത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നീട് 84 ഓടരുത് അമ്മാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് തിരക്കഥാകൃത്തായ ശ്രീനിവാസൻ തിരക്കഥയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഈ KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന സിനിമയിൽ അതിൽ ഈ ശ്രീധരൻ ചമ്പാട്ടിൻ്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്ന ജോലിയുമായി സഹകരിച്ചായിരുന്നു ശ്രീനിവാസൻ തിരക്കഥയുടെ ലോകത്തേക്ക് തുടക്കത്തിൽ കടന്നു വരുന്നത്. പക്ഷേ ശ്രീനിവാസനെ കുറിച്ച് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ മമ്മൂട്ടി അടക്കമുള്ള ത്യാഗരാജനടക്കമുള്ള വലിയ താരങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളൊരു ആൾ കൂടിയാണ് ശ്രീനിവാസൻ. അത് പലർക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പലർക്കും അറിയാത്തൊരു കാര്യമാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മാടപ്പിറാവിൻ്റെ കഥ, KG ജോർജിൻ്റെ മേള എന്നീ ചിത്രങ്ങളിലൊക്കെ മമ്മൂട്ടിക്ക് വേണ്ടി ശ്രീനിവാസൻ ശബ്ദം നൽകിയിട്ടുണ്ട് എന്നത് ഒരുപക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പ്രിയദർശനും അല്ലെങ്കിൽ സത്യനന്ദിക്കാടുമായോ അദ്ദേഹം ചേർത്തിരുന്ന ചിത്രങ്ങൾ, അദ്ദേഹം ചെയ്ത ചിത്രങ്ങൾ, അവർ ഒരുമിച്ച് വന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സാധാരണ ആളുകളെ ഇങ്ങോട്ടേക്ക് ഈ ആളുകളൊക്കെ ഒഴുകിയെത്തുന്നതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. സാധാരണക്കാരൻ്റെ ജീവിതം വരച്ച് കാണിച്ച ശ്രീനിവാസനുള്ള സ്നേഹമാണ് ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് നിരനിരയായി ഒഴുകിയെത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏത് സന്ദർഭമാണ് അദ്ദേഹം തിരക്കഥയിൽ എഴുതുന്നത്, അല്ലെങ്കിൽ